എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ പുതിയതായിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഫാമിലിന്റെ ഒരു ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവെല്ലിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടിയാലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ മോളെ ഒക്കെ നോക്കാനൊക്കെ മേ ബി ഒരാൾ വേണ്ടി വന്നിരിക്കും ക്ലാസ് എടുക്കുന്നൊക്കെ സമയത്ത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഈ ഒരു ജേർണി ഇന്റർവെല്ലിന്റെ കൂടെ? നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 hour എങ്ങനെ കംപ്ലീറ്റ് ആക്കും എന്നുള്ളതൊരു ഇഷ്യൂ തന്നെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് റമദാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും ഈവനിങ് ടൈം ആയിരുന്നു ഞങ്ങൾക്ക് സെഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ടൈം മാറ്റാൻ വേണ്ടി ഞങ്ങൾ കുറേ റിക്വസ്റ്റ് എടുത്തു, പക്ഷേ ആ ഒരു ഫിക്സഡ് ടൈം ആയതുകൊണ്ട് മാറ്റില്ല എന്നായിരുന്നു. പക്ഷെ എന്നാലും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളും എല്ലാം ഒരുക്കി വെക്കാനും നമുക്ക് ആ ക്ലാസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉണ്ടാവുമല്ലോ മനസ്സിൽ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും തീർക്കണം. എന്നാലും ഓൾമോസ്റ്റ് ആ ടൈം ആകുമ്പോഴത്തേന് ഫ്രീ ആവും. മക്കളൊക്കെ പിന്നെ സപ്പോർട്ടാണ്. അവർ വല്ലാണ്ട് എന്നെ ബഹളം വെച്ച് ഇതാക്കാനൊന്നും വരില്ല. അതിൽ ഒരു വൈവയുടെ ടൈമിൽ ഞാൻ ആകെ പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്നെ വല്ലാണ്ട് അങ്ങോട്ട് വെറുപ്പിച്ച് അവർ വൈവ നടത്തിയവരും ഞാൻ എന്നോട് പോകുമെന്ന് പറഞ്ഞു തോന്നി. അത്രയ്ക്ക് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈവാറ്റ് ചെയ്യുമ്പോൾ. എന്നെ വല്ലാണ്ട് പുറത്ത് കയറി ആളങ്ങ് വല്ലാണ്ട് വെറുപ്പിച്ചിട്ട് കൈ തന്നിരുന്നു. പക്ഷേ എന്നാലും ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ. എന്നിട്ട് ഞാൻ ഹിബ മാമിനൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കുറേ സങ്കടം പറഞ്ഞിരുന്നു. എനിക്ക് കൈ കിട്ടിയില്ല തോന്നുന്നുണ്ട്, പക്ഷേ അവർക്കും അറിയാലോ കുട്ടികളെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. എന്നാലും നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ.